ചാരത്തുമായി ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മേപ്പാൽ ചന്തപീഡിയ ജംഗ്ഷൻ ഇതുപോലെയുള്ള അനേകം പ്രഭാഷണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നിട്ടും എന്റെ ഈ സന്ധ്യാസമയം ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മളെല്ലാവരും അഭിമാനത്തോടെ കരുതുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് മലയാളികളാണ്. ഏറ്റവും കഴിവുറ്റ, ഏറ്റവും പ്രതിഭയുള്ള ഒരു ജനസമൂഹമാണ് മലയാളികൾ. നമ്മൾ തമാശയായിട്ട് കേട്ടിട്ടുണ്ട്, ചന്ദ്രനിൽ പോയാലും അവിടെ ചായക്കട നടത്തുന്ന ഒരു ചന്ദ്രേട്ടൻ കാണാം. നമുക്ക് അഭിമാനമുണ്ട് നാം മലയാളി ആയതില്, നമുക്ക് സന്തോഷമുണ്ട്. മലയാളക്കരയിൽ നിന്നുള്ള വ്യക്തികൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും കടന്നുപോയി അവരുടെ ജീവിത സന്ധാരണത്തിന്, നമ്മുടെ ദേശത്തെ സാമ്പത്തിക പുരോഗതിക്ക്, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി വിദൂരങ്ങൾ കടന്നുപോയി അധ്വാനിച്ച് മാന്യമായ സാമൂഹിക പശ്ചാത്തലം ഉയർത്തിയെടുത്ത ഒരു സമൂഹമാണ് നമ്മൾ മലയാളികളുടെ. എല്ലാ കാര്യങ്ങളിലും നാം അഭിമാനത്തോടെ നിൽക്കുമ്പോൾ തന്നെ മലയാളക്കരയ്ക്ക് ഇതെന്തു പറ്റി എന്ന് നാം ആവർത്തിച്ച് ചിന്തിക്കേണ്ട സമയങ്ങളായിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്താ ദിനപത്രങ്ങൾ നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും നാം ചിന്തിച്ചിട്ടില്ലാത്ത അത്ര ദുഷ്കരമായ, സാമൂഹിക ബോധം നഷ്ടപ്പെട്ട, സാംസ്കാരിക ബോധം ഇല്ലായ്മയായ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ആ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം രക്തബന്ധമാണ് ഏറ്റവും വലുത്. എന്നാൽ 2 ദിവസം മുമ്പ് ഇതുപോലൊരു 6-7 മണിയായ സമയത്ത് നാം ഒരു വാർത്ത കേട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വ്യക്തി താനുമായി അടുത്തിടകിയ തന്റെ കുടുംബത്തിലെ 5 പേരെ ഒരു ചുറ്റികയ്ക്കടിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാക്കിയിരിക്കുന്നു. അത് പ്രത്യേക വിദ്വേഷത്തിന്റെ പുറത്തൊന്നുമല്ല, തനിക്ക് പരിചയമില്ലാത്ത വ്യക്തികളുമല്ല, തന്റെ സ്വന്തം രക്തം, തന്റെ അനുജൻ, തന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ, ആ വ്യക്തിയുടെ വൈഫ്, അതുപോലെ തന്നെ തന്റെ പിതാവിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ തന്റെ വല്യമ്മ, തന്റെ ജീവിതവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തികൾ, തന്റെ സ്വന്തം രക്തം. നാം പറഞ്ഞു നിർത്തിയ ആ ഇംഗ്ലീഷ് ആലോചിക്കുകയാണെങ്കിൽ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. രക്തത്തെക്കാൾ വിലയുള്ളതായി, സ്വന്തം രക്തത്തെക്കാൾ വിലയുള്ളതായി ഒന്നുമില്ല എന്ന് കരുതിയ കാലത്ത് നിന്നും സ്വന്തം രക്തത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു പ്രവർത്തനം തന്നെ, ഈ ഒരു ചിന്ത തന്നെ നമ്മൾ ഒന്നുകൂടെ ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വന്ന മൂല്യച്യുതി എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ഈ ദേശം എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ്. എന്നാൽ എന്താണ് നമ്മുടെ സാമൂഹിക ബോധത്തിന്, നമ്മുടെ സാംസ്കാരിക ബോധത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുവാൻ കഴിയുന്നതിലുപരിയായി, സ്വപ്നം കാണുവാൻ കഴിയുന്നതിലുപരിയായി നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ പലപ്പോഴും നാം പരാജയപ്പെടുന്നു. ആ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ നാം മറ്റു പലതിന്റെയും സപ്പോർട്ട് സ്വീകരിക്കുകയാണ്. എന്താണ് നാം സപ്പോർട്ടായി സ്വീകരിക്കുന്ന ആ കാര്യങ്ങൾ? മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിച്ചു വരുത്തുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്നുള്ളതാണ്.
എന്നാൽ പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും: ഇതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിനെ നേരിടുവാനുള്ള ശക്തി നമുക്ക് നൽകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശക്തി വേണമെങ്കിൽ, അങ്ങനെ ഒരു പ്രത്യാശ വേണമെങ്കിൽ അതിന് ഒരു ദൈവിക സാന്നിധ്യം ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രദ്ധയെ ഈ ശബ്ദവാഹിനിയിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ ചേർന്ന് ഒരു ഗാനം ഇപ്പോൾ ആലപിക്കും. അതിനുശേഷം ബ്രദർ ജോർജ് ഈപ്പൻ മാറ്റമില്ലാത്ത സുവിശേഷം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിയിടുകിൽ വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വന്നുടൻ പാദം തേടിയിടുകിൽ വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തുടർന്ന് മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ സുവിശേഷം മേപ്രാൽ ദേശത്തോട് അറിയിക്കുവാനായി ബ്രദർ ജോർജ് ഈപ്പനെ ക്ഷണിച്ചുകൊള്ളും. നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിന്റെ നാമത്തില് ഈ മേപ്രാൽ ചന്തപ്പീടിയ ജംഗ്ഷനിലെ ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത യേശു കർത്താവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കും. അനേക സുവിശേഷ സന്ദേശങ്ങള് ഏറിയ കാലങ്ങൾ കേട്ടിട്ടുള്ള ജനങ്ങളാണ് മേപ്രാലുള്ള ജനങ്ങള്. ഞങ്ങളും ഈ പ്രദേശത്തുള്ളവരാണ്. ഇതിനടുത്തുള്ള മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവരാണ് ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ ദേശനിവാസികളുള്ള ഈ പ്രദേശത്ത് ഒരിക്കൽ കൂടി ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ രക്ഷിച്ച കർത്താവിന്റെ സ്നേഹത്തിന്റെ സദ്വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ
ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോട് ഞങ്ങൾ ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളില് അത് ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ, നിങ്ങളുടെ കുടുംബങ്ങളില് അതൊരു സന്തോഷത്തിന് കാരണമായി തീരുവാൻ, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് അതൊരു മുഖാന്തരമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനു മുൻപ് സംസാരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകള് നമ്മളോട് ആരോടും ഇനിയും ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളാരും ഒരു കാലത്ത് കേൾക്കുവാനോ നമ്മൾ കേട്ടിട്ടില്ലാത്ത അനേക സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്തോ ഒരു കാലഘട്ടമാണ്, എന്താണ് മനുഷ്യന് സംഭവിച്ചതെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്തവണ്ണം ലോകമാകെ മാറിപ്പോയി. ഇത് നിശ്ചയമായും ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും മനുഷ്യർ സ്വസ്നേഹികളും മനുഷ്യർ വമ്പ് പറയുന്നവരും മനുഷ്യർ ഏഷണിക്കാരും മനുഷ്യർ ഉഗ്രന്മാരും ആകുമെന്ന് ദൈവത്തിന്റെ വചനം കാലങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ദൈവദിനത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനുള്ള വ്യക്തമായ ലക്ഷണമാണ്. ദൈവത്തിന് നാമം മഹത്വമെടുക്കുമാറാകട്ടെ. പാപം അതിന്റെ മുഴുവലത്തോടുകൂടി സർവ്വ മനുഷ്യരെയും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപം മനുഷ്യന്റെ ജന്മത്തിൽ തന്നെ പ്രകൃതിയോ മനുഷ്യൻ പാപിയായിട്ടാണ് ജനിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടല്ല നമ്മൾ പാപത്തിൽ ജനിച്ചത്. ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്ത് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടപ്പെട്ടു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയത് കാരണം സകല മനുഷ്യരും പാപികളായി തീർന്നു. വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അസന്നിഗ്ധമായി പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും, ജനിച്ച മനുഷ്യനെല്ലാം മരിക്കും. ആ മരണമല്ല, ഒരു രണ്ടാം മരണമുണ്ട്. എല്ലാ മനുഷ്യനും മരിച്ച എല്ലാ മനുഷ്യനും ഒരു അന്ത്യ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേറ്റ് വരും. അന്ന് നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു കാലമുണ്ട്. ആ അന്ത്യ ന്യായവിധിയുടെ കാലത്ത്, ആ കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുക. യേശു കർത്താവിന്റെ വരവ് സമീപമായിരിക്കുക. പാപത്തിൽ നിന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട്, പാപത്തിൽ നിന്ന് നമ്മുടെ കർമ്മമാർഗങ്ങൾ കൊണ്ട് നമുക്ക് മുക്തി നേടാൻ കഴിയാതിരിക്കുമ്പോൾ ഏക രക്ഷാ മാർഗം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ, പാപത്തിലകപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ച് ഒരു ശാപ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ആർക്കു വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. പാപത്തിലകപ്പെട്ടു പോയ, ദൈവത്തോടുള്ള സമത്വം നഷ്ടപ്പെട്ട, ദൈവതേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം പുത്രനെ ശാപമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങൾക്കൊന്ന് ധ്യാനിക്കുവാൻ കഴിയുമോ? ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. അർത്ഥാൽ ഒരു നീതിമാന് വേണ്ടി ആരും സ്വന്തം ജീവനെ വെടിയുവാൻ തയ്യാറാകത്തില്ല. ഒരു ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തയ്യാറാകുമോ ഈ ലോകത്തിൽ? എനിക്ക് നിങ്ങൾക്കും ചില നന്മ ചെയ്തവർക്ക് വേണ്ടി, ചില ഗുണം ചെയ്തവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ കളയുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമോ? എന്നാൽ നീതിമാന്മാരോ ഗുണവാന്മാരോ നല്ലവരോ അല്ലാതിരിക്കുമ്പോൾ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യവർഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവസ്നേഹത്തെ ഈ സായം സമയത്ത് നമ്മൾ ഓർക്കുന്നെങ്കിൽ എങ്ങനെയാ ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കുവാൻ കഴിയും? ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ മേപ്രാൽ ദേശനിവാസികളോട് നിങ്ങൾ ഒരുപാട് സുവിശേഷ സത്യങ്ങൾ കേട്ടിട്ടുള്ളവരാ. എന്നാൽ ഇന്ന് സന്ധ്യാസമയം ഒരിക്കൽ കൂടി സത്വജനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഈ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങൾ ഒരുപക്ഷെ നല്ലവരായി ജീവിക്കുന്നവരായിരിക്കാം, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, പള്ളിയിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരായിരിക്കാം, ഒരു തെറ്റും നിങ്ങളെ കുറിച്ച് പറയുവാനില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ സത്കർമ്മങ്ങളോ നീതിപ്രവർത്തികളോ നമ്മൾ നിത്യതയ്ക്ക് നമ്മളെ അവകാശങ്ങളാക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചു
ജനിച്ചിട്ടുള്ളൂ, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവിനാലാണ്. ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾ ഇങ്ങനെ പറയുന്നു, വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ താണഭൂമിയിലേക്ക് വന്ന് സ്വന്തം ജീവനെ ബലി കൊടുത്ത് മരിച്ച മൂന്നാം നാൾ, കല്ലറയിൽ അടിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ആർക്ക് വേണ്ടിയാ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ. അവൻ ഉയർത്തെഴുന്നേറ്റത് അവൻ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു എന്ന് പറയുവാൻ, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം വലിയൊരു അനുഭവം ഈ ഞങ്ങൾക്ക് ദൈവം തന്നത് ഞങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ പങ്കുവെക്കുക. യേശുവിന്റെ കല്ലറയ്ക്കല് മൂന്നാം നാള് യേശുവിനെ സ്നേഹിച്ച മക്കളെ കാര്യത്തിൽ മറിയയും മറ്റു സഹോദരിമാരും കടന്നു ചെന്നു. എന്തിനാ അവർ കടന്നു ചെന്നത്? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചല്ല, യേശുവിനോടുള്ള സ്നേഹത്തോടുകൂടി അവരവിടെ കടന്നു ചെന്നു. യേശുവിനുള്ള സ്നേഹത്തില്, യേശുവിന്റെ ശരീരത്തില് സുഗന്ധവസ്ത്രങ്ങൾ പൂശുവാൻ ആഗ്രഹത്തോടെ അവർ കടന്നു ചെന്നു. അവര് കടന്നു ചെന്നത് എങ്ങനെ? യേശുവിനെ ഒന്ന് കാണും, യേശുവിന്റെ ജഡമൊന്ന് കാണും, അവന്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗങ്ങളെ പൂശുവാൻ. എന്നാൽ അവർക്ക് ഭാരമായിരുന്ന ഒരു വസ്തുതയുണ്ട്. റോമ ഗവൺമെന്റ് യേശുവിനെ അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കി ആ റോമൻ മുദ്ര വെച്ച് ഒരു വലിയ കല്ല് യേശുവിന്റെ കല്ലറക്കല് ഉരുട്ടി വെച്ചിരുന്നു. ആരും കല്ല് ഉരുട്ടി മാറ്റാതെ വണ്ണം അത്ര വലിയൊരു കല്ല് ഉരുട്ടി മാറ്റി വെച്ചു. മറിയം മടങ്ങിപ്പോയത് യേശുവിന്റെ അടക്കം കഴിഞ്ഞ് എനിക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റുമെന്നുള്ള ഭാരത്തോടെ മറിയത് രാവിലെ മൂന്നാം നാളത് രാവിലെ ഞായറാഴ്ച രാവിലെ കല്ലറക്കൽ കടന്നു വരുമ്പോൾ മറിയക്ക് ഭാരമായിരുന്ന കല്ലിന്മേൽ ദൈവത്തിന്റെ ദൂതൻ ഇരുന്നുകൊണ്ട് മറിയോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അന്ന് ഞാൻ അറിയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരണപ്പെട്ടു, യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു. അവരിന്ന് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവ. ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങൾ കൂടി കടന്നു പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം വിഷയങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ നിശ്ചയമായും എനിക്ക് പറയുവാൻ കഴിയും, ഞങ്ങളെ കേൾക്കുന്ന ചിലരെങ്കിലും വല്ലാത്ത ചില ഭാരങ്ങളില്, ചില കഷ്ടതകളില്, ചില വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന ഞങ്ങൾ അറിയുന്നില്ല. ഹൃദയത്തിന്റെ വേദന നിങ്ങളുടെ വീട്ടുകാർ അറിയുന്നില്ല, കൂട്ടുകാർ അറിയുന്നില്ല, അയൽവാസികൾ അറിയുന്നില്ല. എന്നാൽ നിങ്ങളെ നന്നായി അറിയുന്ന യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിയുന്നു. ഇന്ന് സന്ധ്യാസമയം യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? സമൂലമായ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ, നിങ്ങളുടെ ഭവനത്തിൽ വരുത്തുവാൻ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്, അത് ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാണ്. യേശു നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവരാണ് ഞങ്ങളും നിങ്ങളും. ഈ യേശുവിനെ രുചിച്ചറിയുവാൻ, ഈ യേശുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി ഏറ്റെടുക്കുവാൻ ഞങ്ങൾ സ്നേഹത്തോടെ മേപ്പാൽ നിവാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. പാപത്തിൽ നിന്നൊരു മുക്തി നേടണം, ഈ ഒരു ജീവന്റെ മാർഗത്തിലേക്ക് കടന്നു വരണം, ഒരു നിത്യതയ്ക്ക് അവകാശിയായി തീരണം. ഈ ലോകത്തിൽ ചില കാലങ്ങളിൽ ജീവിച്ച് നമുക്ക് ചില നന്മകളൊക്കെ അനുഭവിച്ച് ചിലതൊക്കെ വെട്ടിപ്പിടിച്ച് ഇവിടെ അവസാനിച്ച് ആറടി മണ്ണിൽ നമുക്ക് ഒരു നല്ല അടക്കം കിട്ടിയെന്നിരിക്കും. നന്നായി ജീവിച്ചാലും ചിത്തിയായി ജീവിച്ചാലും ഒരു നല്ല അടക്കം കിട്ടും. അവിടെ കൊണ്ട് അവസാനിക്കാനല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുത്തത്, തന്റെ രക്തം മറുപടിയായി കൊടുത്ത് അവൻ വിലയ്ക്ക് വാങ്ങിയത് ഈ ആറടി മണ്ണിൽ അവസാനിക്കുവാനല്ല. ഒരു നിത്യതയുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർത്തോ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ വസിക്കും. ഒരു നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഇന്ന് സായം സമയത്ത് ഞങ്ങൾ ഈ ദേശനിവാസികളോട് ആഹ്വാനം ചെയ്യുക. മനുഷ്യവർഗത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവില്, നിങ്ങളുടെ കഷ്ടതകളുടെ നടുവില് ചില നാണയത്തുട്ടുകൾ തന്ന്, ചില മാനുഷികമായ സഹായം തന്ന് നിങ്ങളെ സഹായിക്കുവാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും. അവർക്കാർക്കും നിങ്ങൾക്കൊരു നിത്യത തരുവാൻ അവർക്കാർക്കും കഴിയത്തില്ല. ഇതിന്റെ വേദപുസ്തകത്തില് യേശുവിന്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും അവരുടെ ശുശ്രൂഷ മധ്യത്തില് ഒരിക്കൽ ഒരു ദേവാലയത്തിന്റെ പടിവാതിലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദീർഘകാലങ്ങളായി ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന
നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവരെ കണ്ടിട്ട് ചോദിച്ചു, ഭിക്ഷ ചോദിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ച് കൈനീട്ടി പത്രോസ് യോഹന്നാനോട് ചേർന്നുകൊണ്ട് അവനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കരത്തിന് പിടിച്ചവനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ കാലും നരിയാണി മുറച്ച് അവൻ നടന്നും തുള്ളിയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം അത്ഭുതങ്ങളുടെ നാമമാ, നിന്റെ കാലും നരിയാണി ഉറപ്പിക്കുന്ന നാമമാ, നിന്നെ നടക്കുമാറാക്കുന്ന ദൈവമാ, നടക്കുമാറാക്കുന്ന നാമം ആ യേശുവിന്റെ നാമമാ ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് അന്ത്യ സമയത്ത് ഈ യേശുവിനെ അറിയുവാൻ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവൻ കൊടുപ്പാൻ, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ഹൃദയം കൊണ്ട് നിങ്ങളെ രക്ഷിതാവായി സ്വീകരിച്ച് വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ നാമവുമില്ല. വിശ്വാസത്തോടെ നിങ്ങൾ അടുത്തുവായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് വ്യക്തിപരമായ ഒരു ബന്ധം യേശുവുമായി സ്ഥാപിച്ച് ദൈവവചനം പറയുന്ന കൽപ്പനകൾ പ്രമാണിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് നിത്യത കിട്ടും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ നശിച്ചു പോകാതെ, കല്ലറ വരെ മാത്രമുള്ള ഒരു ജീവിതമായി തീരാതെ, കല്ലറയ്ക്കപ്പുറത്ത് ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കല്ലറയ്ക്കപ്പുറത്ത് ഒരു യുഗായുഗം ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു മനോഹരമായ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുക. കഷ്ടതകൾ ജീവിതത്തിലുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്, എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ആശങ്കകൾ ജീവിതത്തിലുണ്ട്. ഇനിയും ഇതിനൊരു പരിഹാരമില്ല, ഇനിയും ഇതിനൊരു പരിഹാരമില്ല എന്ന് നിങ്ങൾ നിശ്ചയിച്ചുറച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച യേശു അങ്ങനെ നിങ്ങളെ വിടുന്നവനല്ല. നിങ്ങൾ അവനോട് അടുത്തു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് അടുത്തു വരുന്ന ദൈവമോ. ഇന്ന് രാത്രികാലം സങ്കടപ്പെട്ടിരിക്കുന്നവര്, നിരാശപ്പെട്ടിരിക്കുന്നവര്, മരണത്തെ ഒരു ആത്മഹത്യ മാത്രമേ ഇനി മാർഗമുള്ളെന്നോർത്ത് നിരാശപ്പെടുന്നവർ ആരെങ്കിലും ഈ മൈക്കിന്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വരട്ടെ. യേശു നല്ലവനോ, യേശു നിങ്ങളെ വിടുവിക്കുന്നവനോ, യേശുവിന്റെ നാമം അത്ഭുതങ്ങളുടെ നാമമോ. ഒരു മഴയും പോരാതിരുന്നിട്ടില്ലെന്ന് ഒരു പുരോഹിതനൊരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള ചരിത്രം ഞാൻ ഈ ദിവസങ്ങളിൽ കേൾപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ഒരു പുരോഹിതൻ തന്റെ ശുശ്രൂഷയുടെ 25 വർഷം തികയുന്ന സമയത്ത് മാരകമായ ക്യാൻസറിന് അടിമപ്പെട്ടു. വെള്ളൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥനകഥകള് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ ഹൃദയം വല്ലാതെ തുടിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു 30 റേഡിയേഷൻ അദ്ദേഹം എടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ 24 പല്ലുകള്, ജീവനുള്ള പല്ലുകള് റേഡിയേഷന് മുൻപ് ഡോക്ടർമാരെ എടുത്തു കളഞ്ഞ കാരണം ഈ റേഡിയേഷന് പല്ലിനെ വിത്സ്റ്റാൻഡ് ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു കേടായ പല്ല് ഒരു ഡോക്ടർ എടുത്തുകൊണ്ട് എന്നാൽ അതെടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വേദന അനുഭവിക്കും. എന്നാൽ ഒരു കേടുമില്ലാത്ത 24 പല്ല്, 8 പല്ല് വീതം 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പറിച്ചു. അദ്ദേഹത്തിന്റെ ഉമിനീർ ഗ്രന്ഥികള് ഉണങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ഉമിനീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു തുള്ളി ഉമിനീർ പോലും വരാതെ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ഇന്നും ആരോഗ്യത്തോടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പുരോഹിതൻ അയച്ചു കൊടുത്ത ഒരു സന്ദേശത്തിലെ ചില ഉത്ബോധനങ്ങളാണ് ഈ പാട്ടെഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ആ മറ്റൊരു പുരോഹിതൻ അയച്ച സന്ദേശത്തിലെ ഒരു ഇല്ലസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. 2 സ്നേഹിതന്മാര് പള്ളിയിൽ പോയ ഒരു ദിവസം, പള്ളിയിൽ പോയിട്ട് അവർക്ക് മടങ്ങി വരാൻ കഴിയാത്ത വണ്ണം കനത്ത മഴയിലകപ്പെട്ടു. അവർ ഏറിയ സമയം കാത്തു നിന്നിട്ട് മഴ തോരുന്നില്ല. അപ്പോൾ ഒരു സ്നേഹിതൻ വളരെ വിഷണ്ണനായി പറഞ്ഞു, നശിച്ച മഴ ഇന്ന് വരണ്ടായിരുന്നു, എങ്ങനെ വീട്ടിൽ പോകുമെന്നോർത്ത് നിരാശപ്പെട്ട വർത്താനം പറഞ്ഞപ്പോൾ അടുത്ത മറ്റു സ്നേഹിതൻ പറഞ്ഞു, സ്നേഹിത, നീ അല്പസമയം കൂടെ നമുക്ക് ക്ഷമിക്കാം. ഈ ലോകത്ത് ഇന്ന് വരെ പെയ്ത ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് വലിയ പ്രചോദനമായി ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് അടുത്ത ചില വരികൾ കൊടുത്തു. ഇന്നുവരെയും ദൈവ ലോകത്തടിച്ചൊരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ പ്രചോദനം കൊടുക്കുകയായിരുന്നു. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയ നല്ലവരായ ദേശവാസികളെ, നിങ്ങളുടെ ജീവിതത്തില് തോരാത്ത മഴയെപ്പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾ പറയട്ടെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും ഇതുവരെ പുലരാതിരുന്നിട്ടില്ല. യേശു കർത്താവ് സകലത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യില്. ഈ ആഴിയെയും ഊഴിയെയും സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ നിയമിച്ചാക്കിയ ദൈവത്തിന്റെ കരങ്ങളില്. അതുകൊണ്ട് നിങ്ങൾ വിഷാദരാകരുത്. പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. കർത്താവിൽ ആശ്രയിക്കുക, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ മേപ്പാൾ ദേശത്തിലെ ഒറ്റ മനുഷ്യരും നരകത്തിൽ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ മേപ്പാൾ ദേശത്തിലെ ഞങ്ങളുടെ നല്ലവരായ ഞങ്ങളുടെ സ്നേഹിതര്, ഞങ്ങളുടെ ബന്ധുക്കള്, നല്ലവരായ ദേശനിവാസികളെ സകലരും നിത്യതയിൽ കർത്താവിനോടൊപ്പം യുഗായുഗം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞങ്ങളെ സ്നേഹത്തോടെ കൈക്കൊണ്ടതിന് ഞങ്ങൾ നന്ദിയോട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി കരയറ്റുന്നു. ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാ, നിങ്ങളുടെ നിത്യതയ്ക്ക് നിങ്ങളെ അവകാശികളാക്കും. നിങ്ങളെ ദൈവം ഈ സന്ദേശം ഏറ്റെടുക്കാനും ജീവിതം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനും ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിച്ച് വായുകൊണ്ടത് ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഏതെങ്കിലും ദൈവസഭയോട് ചേർന്ന് നിങ്ങൾ ജീവിച്ച് നിങ്ങൾ നിത്യതയിൽ പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഇവിടെ വന്നിരുന്ന് ഇത്രയും ഉച്ചത്തില് ഇതൊക്കെ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. പക്ഷേ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടരുത്, നിങ്ങളാരും നരകത്തിൽ പോകരുത്, എല്ലാവരും ദൈവരാജ്യത്തിൽ കാണപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ ഒച്ചയെടുത്ത് ഇത്രയും ശബ്ദത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഈ ദൈവത്തിന്റെ സുവിശേഷവും സത്വതനും നിങ്ങളോട് ഘോഷിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ആശ്വാസം തരട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി സങ്കടത്തോടെ നിരാശയോടെ ആയിരിക്കുന്നു ആ വിഷയത്തില് ദൈവപ്രവൃത്തി ഈ രാത്രി നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഹൃദയത്തെ വിട്ടുകൊടുക്കുമെങ്കിൽ നാളെ പുലരുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തില് ഒരത്ഭുതം നിങ്ങൾക്ക് കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത്രയും നേരം ക്ഷമയോടെ ഞങ്ങളെ കേട്ടിരുന്ന ഈ പ്രദേശവാസികളോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട്, ബന്ധുക്കളോട്, ദേശനിവാസികളോട് ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദി ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തില് പ്രാർത്ഥന ആവശ്യമെങ്കിൽ, ഞങ്ങളുടെ സഹകരണം ആവശ്യമെങ്കിൽ മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, മേപ്രാൽ ദൈവസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിങ്ങൾ സമീപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് അവർ കൈത്താങ്ങൽ തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും ദേശത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ വാക്കുകളിൽ ഞങ്ങൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാനുഷിക ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? 60, 70, 80 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് മാന്യമായ അനുഗ്രഹകരമായ ഒരു അടക്ക ശുശ്രൂഷ അത് ലഭിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതാണോ മാനുഷിക ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം? പ്രിയ ദേവദാസൻ ഇവിടെ ശക്തമായി മെസ്സേജ് നൽകുകയുണ്ടായി. മാനുഷിക ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യതയാണ്. എന്താണ് നിത്യത? മാനുഷികമായി ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം സുഖങ്ങളായ ഒരു കാലം, ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കണമെന്ന ആ ശക്തമായ ആശയം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ രാത്രി സമയം ഇവിടെ നിന്ന് സംസാരിക്കും അങ്ങ് പാലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആരുടെ കല്ലറയാണ് തുറന്നു കിടക്കുന്നത്? സർവശക്തനായ ക്രിസ്തു യേശുവിന്റെ കല്ലറയാണ് തുറന്നു കിടക്കുന്നത്. ലോക ചരിത്രത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ലോക നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഒട്ടനവധി വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, സിനിമാ നടന്മാരെ കണ്ടിട്ടുണ്ട്. ലോകം ആരാധിക്കുന്ന, മാനുഷികമായി ലോകം കോടിക്കണക്കിന് ആൾക്കാർ അനുയായികളുള്ള അനേകം നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും കല്ലറ ഈ ഭൂമിയിൽ തുറന്നു കിടക്കുന്നില്ല. ഒരേ ഒരു കല്ലറയാണ് തുറന്നു കിടക്കുന്നത്. അത് വേറെ ആരുമല്ല, ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന സർവശക്തനായ ക്രിസ്തു യേശുവിന്റെ കല്ലറയാണ്. ആ കല്ലറ അവിടെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലായിരിക്കും. ഈ ഭൂമിയിൽ ആരും ഇതുപോലെ തെരുവോരങ്ങളിൽ നിന്ന് ദൈവവചനം വിളിച്ചു പറയുകയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്? അതെ, ഞങ്ങൾ പ്രഘോഷിക്കുന്ന ക്രിസ്തു അത് മരണപ്പെട്ട ക്രിസ്തു
ക്രിസ്തുവല്ല, മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യം, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിലാണോ താങ്കൾ ബുദ്ധിമുട്ടിയിരിക്കുന്നത്, അതിനെല്ലാം പരിഹാരം നൽകുവാൻ സർവശക്തനായ ക്രിസ്തു യേശുവിന്റെ ഒരു നോട്ടം മതി, ഒരു തലോടൽ മതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മേപ്രാൽ ദേശം ക്രിസ്തീയ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് അനേകം തവണ സാക്ഷിയായിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ ഇനിയും നിങ്ങൾക്ക് ക്രിസ്തു യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാന അവസരമാണ്. കാരണം നാളേക്കുള്ള ദിവസം അത് നമുക്കുള്ളതാണോ എന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. ഇവിടെ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾ ആരെയും കണ്ടെന്ന് വരികയില്ല. അത് കേൾക്കുവാൻ, അത് ശ്രവിക്കുവാൻ നിങ്ങൾക്ക് ഇനി ഒരു അവസരം ഉണ്ടാകുമെന്ന് കരുതാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ സർവശക്തനായ ക്രിസ്തു യേശു അത് മതിയായവനാണെന്ന് ഉറക്കെ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഞങ്ങൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഇവിടെ സമീപത്തുള്ള ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ അവസരമുള്ളതാണ്. ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് മേപ്രാൽ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സോജൻ ഡി മുൻപോട്ട് കടന്നു വന്ന് ഈ പ്രഭാഷണ പരമ്പര ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതിനുവേണ്ടി പ്രിയ ദേവദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചില മണിക്കൂറുകൾക്ക് മുമ്പ് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ സത്യസുവിശേഷത്തെയും മാനവജാതിയോടുള്ള അങ്ങയുടെ സ്നേഹത്തെയും പ്രഘോഷിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിച്ച കരുണയ്ക്ക് നന്ദി. ഞങ്ങൾ പ്രഘോഷിച്ചിടങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ആളുകളെ ഒരുക്കിയ ദൈവ കൃപയ്ക്ക് നന്ദി. ഞങ്ങൾ അവരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തില് ദിശാബോധം നൽകുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ, ഈ ലോകത്ത് അവർ മാന്യരായി ജീവിപ്പാൻ, ഈ ലോകത്ത് സൃഷ്ടാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ, സൃഷ്ടാവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് വീണ്ടും ഏവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നു. പല പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം കേട്ട ഈ ചന്തപ്പീടിയ കവലയിൽ നിന്ന് സൃഷ്ടാവ് ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ച കരുണയ്ക്ക് നന്ദി. ദൈവവചനം കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ ഒരുക്കിയ ദൈവസ്നേഹത്തിന് നന്ദി. എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് സ്വീകരിക്കുന്നത് കൊണ്ട് നന്ദി, ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് നന്ദി. കേട്ട വചനം ജീവിതത്തിൽ കരുതുവാൻ അങ്ങ് വീണ്ടും കൃപ ചെയ്യുമാറാകണമേ. അതവരുടെ ഭാരമുള്ള വിഷയങ്ങളിൽ, നിരാശയേറുന്ന സമയങ്ങളിൽ, ജീവിതം അടുത്തു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ആ ജീവന്റെ വചനം അവരുടെ ഉള്ളങ്ങളിൽ മുളച്ച് അവർക്ക് തണൽ നൽകണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, അവർക്ക് ബലം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട ആരും നിരാശിതരുടെ പട്ടികയിലോ ഭാരപ്പെട്ടവരുടെ കൂട്ടത്തിലോ തകർന്നവരുടെ കൂട്ടത്തിലോ ജീവിതം വഴിമുട്ടിയവരുടെ കൂട്ടത്തിലോ ഉണ്ടാകാതെ വണ്ണം നിത്യജീവന്റെ മൊഴികളെ കേട്ടവരായി നിത്യജീവൻ കൈവശമാക്കുന്നവരായി മുന്നേറാൻ സഹായിക്കണം. അതിന് യേശു കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ ദേശത്തെ അനുഗ്രഹിക്കണം. ദേശത്തെ കഷ്ടമനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണം. ക്ഷീണിതരോട് കരുണ ചെയ്യണമേ. രോഗികൾക്ക് ആശ്വാസം കൊടുക്കണമേ. എല്ലാ നന്മകൾക്കും നന്ദി. ദൂത് സംസാരിപ്പാൻ ഞങ്ങളുടെ ഭൃത്യന്മാരെ അങ്ങ് അനുഗ്രഹിച്ചത് കൊണ്ട് നന്ദി. യോഗം ലീഡ് ചെയ്യുവാൻ ബ്രദർ ജോബിൻ വർഗീസിനെ സഹായിച്ചത് കൊണ്ട് നന്ദി. ഐശ്വര്യമായി ദൈവദൂത് സംസാരിപ്പാൻ ബ്രദർ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞിച്ചായനെ അങ്ങ് സഹായിച്ചത് കൊണ്ട് നന്ദി. ജോർജ് പിന്നെ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തിയത് കൊണ്ട് നന്ദി. സഹകാരികളായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഒരുമിച്ച് അനുഗ്രഹിക്കണം. മഹത്വത്തിനായിട്ട് വലിയവ ചെയ്യണം. അങ്ങയുടെ വരവിനെ നോക്കി പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. മുഴുമഹത്വവും കർത്താവിനെ യേശുവിൻ പൊന്നുനാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, സമ്പർക്കം, സഹവാസം, കാവൽ നാം ഏവരോട്. ഞങ്ങൾ ഇന്ന് ദൂതുകൾ അറിയിച്ച, മെസ്സേജുകൾ അറിയിച്ച ദേശങ്ങളോട്, അത് കേട്ട പ്രിയപ്പെട്ടവരോട്, കേൾക്കുവാൻ ആഗ്രഹിച്ച ആർക്കെങ്കിലും കഴിയാതെ വന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവരോട് കൂടെയും ഇടപെടാതെ യേശു കർത്താവിന്റെ മടങ്ങി വരവ് വരെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ.